കണിയാർവയൽ കുളം നവീകരണം പുരോഗമിക്കുന്നു. 35 വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കണിയാർവയൽ കുളം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നു. കണിയാർവയൽ റെസിഡന്റ് അസോസിയേഷൻ മുൻകൈയെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് കുളം നവീകരണത്തിന് വഴിവെച്ചത്. മുനിസിപ്പൽ അധികാരികളുടെ മുമ്പിൽ നിരന്തരമായി നടത്തിയ പരിശ്രമങ്ങളും നിവേദനങ്ങളും പരിഗണിച്ച് കൗൺസിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകരിച്ചത്. പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന, വാർഡ് മെമ്പർ നിഷിത റഹ്മാൻ എന്നിവർക്ക് KRA ഭാരവാഹികൾ നന്ദി പറഞ്ഞു. പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, മനോജ് മാവേലി, PM ലൂക്ക, മുകുന്ദൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ശ്രീണ്ടാനം മുനിസിപ്പാലിറ്റിയിലെ കണിയാർവയൽ പ്രദേശത്ത് കഴിഞ്ഞ 10-40 വർഷമായി ഉപയോഗശൂന്യമായി കിടന്ന കുളം നവീകരിച്ച് അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണിയാർവയൽ റെസിഡൻസ് അസോസിയേഷൻ കുറച്ച് വർഷങ്ങളായി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായാണ് മുനിസിപ്പാലിറ്റി കേന്ദ്ര ഗവൺമെൻറ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം ഘട്ടത്തിൽ ഇത് നവീകരിക്കാനുള്ള ഒരു ഫണ്ട് ലഭ്യമാക്കിയത്. ഇതിനു മുമ്പ് KRA സ്വന്തമായി 1 ലക്ഷം രൂപയോളം മുടക്കി ഇതിൻ്റെ ഒരു രൂപം വൃത്തിയാക്കി ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത് പൊതുജന ശ്രദ്ധയിൽ വരികയും അധികാരികൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഗൗരവത്തോട് ചിന്തിക്കുകയും മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ സെക്രട്ടറിയും അതുപോലെ ചെയർപേഴ്സണെയും ഒക്കെ തന്നെ KRA ഭാരവാഹികൾ പോയി കണ്ട് ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ നീന്തൽ പരിശീലനം എന്നത് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും നീന്തൽ പഠിച്ചിരുന്ന ഒരു കുളമാണ് വളരെ മോശമായൊരവസ്ഥയിൽ ഉപയോഗശൂന്യമായി ഇവിടെ മാറ്റപ്പെട്ടത്. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന KRAക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടായിട്ടുണ്ട്. വളരെയധികം പിന്തുണയാണ് മുനിസിപ്പൽ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഞങ്ങൾക്കുണ്ടായത്. ഈ പരിപാടിയിൽ സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഈ ഇപ്പം നടക്കുന്ന പ്രവർത്തനം. ബാക്കി കൂടുതൽ സൗകര്യപ്രദമാക്കി ഈ കുളത്തിൻ്റെയും ഇതിൻ്റെ പരിസരത്തെയും മാറ്റാൻ എല്ലാവരും സഹകരിക്കണം. ഇതിന് സ്ഥലം വിട്ട് അന്ന് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ബഹുമാനായ ദാമോദരൻ മാസ്റ്റർ, മുൻ AEO, അദ്ദേഹത്തെയും ഈ സമയത്ത് പ്രത്യേകമായി സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായം എല്ലാ സമയത്തും ഞങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതായിരുന്നാലും തുടർന്നും ഈ പിന്തുണയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ ചെയർപേഴ്സണെയും ഒക്കെ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.